Good morning, all. Today we're going to be discussing two more papers. And നമ്മൾ ഈ ഫസ്റ്റ് 3 days ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലാൻ ഇസ് on the first 3 days, അതായത് Monday, Tuesday and Wednesday, we'll be discussing question papers, the grammar portion, and on Thursday we'll be doing the stories. ഓക്കെ, സ്റ്റോറീസിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഡൗട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പം തേഴ്സ്ഡേ 4th ഡേ അതിൻ്റെതായ ക്വസ്റ്റ്യൻസും പിന്നെ ആ സ്റ്റോറീസിൻ്റെ ഒരു ജിസ്റ്റും നമുക്ക് ചെയ്യാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഫോക്കസ് ചെയ്തോടുകൂടെ ചെയ്തുകൊണ്ട് ഓക്കെ സോ വി ആർ ഗോയിങ് ടു ഡു ദ ഗ്രാമർ പോർഷൻ ഫസ്റ്റ്. അപ്പോൾ എന്താണ് പാർട്ട് ബിയിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ഫിൽ അപ്പ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ ബ്രാക്കറ്റിൽ തന്ന വേർഡ്സിൽ ഏതാണ് ഏറ്റവും കറക്റ്റായി നിൽക്കാൻ പോകുന്ന വേർഡ് അതിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ദ കോസ്റ്റ്യൂം ഡാഷ് ദ ബ്യൂട്ടി ഓഫ് ദ കണ്ടസ്റ്റൻറ്റ്. കോസ്റ്റ്യൂം എന്താണ് ചെയ്തത്? ചെറിഷ്ഡ് ആണോ? നോ. എൻഹാൻസ്ഡ് ആണോ? യെസ്. കാരണം എൻഹാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആഡഡ് ടു, കൂട്ടി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നും പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബാക്കി ഓപ്ഷൻസിൻ്റെയും മീനിങ്ങും അതേപോലെ തന്നെ സിനോണിം എന്ന് പറയുമ്പം അതിൻ്റെ സെയിം മീനിങ്ങിൽ വേറൊരു വേർഡും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡും, ഈ 3 കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എനി ഗ്രാമർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്ലീസ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ വേർഡ്സ്, ഇറ്റ്സ് സിനോണിംസ് ആൻഡ് ഇറ്റ്സ് ആൻറ്റോണിംസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബുദ്ധ ഈസ് ദ ഡാഷ് ഓഫ് കമ്പാഷൻ. ബുദ്ധ എന്താണ് ഓഫ് കമ്പാഷൻ? എപ്പിറ്റമി. ഓക്കെ, ഞാൻ ബാക്കി 2 വേർഡ് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ അത് ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ ആൻറ്റോണിമും സിനോണിമിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കോ. ഓക്കെ, എപ്പിറ്റമി എന്ന് പറയുമ്പോൾ എന്താണ്? ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സംതിങ്. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ബെസ്റ്റായ എക്സാമ്പിളാണ് എപ്പിറ്റമി. അപ്പോൾ ബുദ്ധ എന്താണ്? കമ്പാഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ബുദ്ധ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സം പീപ്പിൾ ലൈക്ക് ടു ലീഡ് ആൻ എന്ന് പറയുമ്പം എന്താണ്? ആൻ ഏത് വേർഡിൻ്റെ മുമ്പെയാണ് വരിക? വൗവൽ സൗണ്ടിൻ്റെ മുമ്പേ ആൻ വരുള്ളൂ. അപ്പം എന്തായിരിക്കും? ഐസൊലേറ്റഡും ആവാം, എൻഡേഞ്ചേർഡും ആവാം. അപ്പോൾ ഏതായിരിക്കും ഇവിടെ? എൻഡേഞ്ചേർഡ് ലൈഫ് ഒരിക്കലും ആവില്ല. കാരണം എൻഡേഞ്ചേർഡ് മീനിങ് എന്താണ്? എന്തെങ്കിലും ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഇപ്പം സപ്പോസ് ടൈഗേഴ്സിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നമ്മൾ എന്താണ് പറയുക? ടൈഗർ ഒരു എൻഡേഞ്ചേർഡ്, അതായത് ഇൻ ഡേഞ്ചറിലുള്ളൊരു സ്പീഷിയാണ് ടൈഗർ. കാരണം ടൈഗർ കൂടുതൽ ബാക്കിയില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എൻഡേഞ്ചേർഡ് എന്ന് പറയുക. ഐസൊലേറ്റഡ് നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തതാണ്. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പം എല്ലാവരെയും ദൂരെ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് കുറച്ച് ആൾക്കാർ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഈ സെൻറ്റൻസ് ആണ് അത്. സം പീപ്പിൾ ലൈക്ക് ടു ലീഡ് ആൻ ഐസൊലേറ്റഡ് ലൈഫ്. ഓക്കെ, let's move on to the next one. A leather belt was girdled around the dog's neck. അതായത് ആ ഡോഗ്, അതായത് ആ പട്ടിയുടെ നെക്കിൽ എന്താണ് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത്? ലെതർ ബെൽറ്റ്. ഓക്കെ, ഗേർഡൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ചുറ്റി കെട്ടി വെക്കില്ലേ, അതിനെയാണ് നമ്മൾ ഗേർഡൽഡ് എന്ന് പറയാം. ബാക്കി 2 വേർഡ്സിൻ്റെ മീനിങ്ങും നിങ്ങൾ നോക്കി വെക്കണം. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ടെറിഫൈഡ് എന്ന് പറയുമ്പോൾ വളരെ പേടിച്ചു പോവുക. ജേർക്ക് എന്ന് പറയുമ്പം ഒരാൾ ഭയങ്കര മോശമായ ഒരാളെ നമ്മൾ ജേർക്ക് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. വേറൊരു ജേർക്കിൻ്റെ മീനിങ് ആണ് ഭയങ്കരമായിട്ട് കുലുങ്ങുക, ഷേക്ക് ചെയ്യുക. അതിനാണ് നമ്മൾ ജേർക്കിംഗ് ആവുന്നെന്ന് പറയില്ലേ, അതേപോലെ. നെക്സ്റ്റ് വൺ, prolonged lack of rain causes severe drought. ഓക്കെ, ഡ്രൗട്ട് എന്നുള്ള സംഭവത്തിൻ്റെ മീനിങ് തന്നെയാണ് prolonged lack of rain. അതായത് ഒരു കണ്ടീഷൻ, ഇപ്പം ഒട്ടും മഴ പെയ്യാണ്ടിരിക്കുമ്പം ഇല്ല ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡ്രൗട്ട് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ്സ് underlined from the context. Okay, he gave her the gist of the story as he had no time to tell the entire plot. അപ്പം അതായത് അയാൾ എന്താണ് ചെയ്തത്? അവൾക്ക് ജിസ്റ്റ് കൊടുത്തു സ്റ്റോറീൻ്റെ. കാരണം അയാൾക്ക് എന്താണ് എൻറ്റയർ പ്ലോട്ട് പറയേണ്ട സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെൻട്രൽ ഐഡിയ. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്.
ജിസ്റ്റ് മീൻസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ സ്റ്റോറി, ഒരു സമറി, ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റിനെയാണ് നമ്മൾ പറയുക ജിസ്റ്റ് എന്ന് പറയുമ്പം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ ഓൾഡ് വുമൻ ലുക്ഡ് ഹാഗേർഡ്, എവ്രി വൺ ഫെൽറ്റ് പിറ്റി ഫോർ ഹർ. അതായത് ഓൾഡ് വുമൻ എന്താണ്? ഭയങ്കര ഹാഗേർഡ് ആയിരുന്നു, ഭയങ്കര എന്താണ്, ആർക്കും അവരെ കണ്ടാൽ എന്താണ് ഭയങ്കര സഹതാപം തോന്നും. അപ്പം സഹതാപം എന്ത് കണ്ടാലാണ് തോന്നുക? ഹാപ്പി വുമനെ കണ്ടിട്ട് ഒരിക്കലും നമുക്ക് സഹതാപം തോന്നൂല, ക്രൂവൽ വുമനെ കണ്ടിട്ട് സഹതാപം തോന്നൂല. അപ്പം എങ്ങനെയായിരിക്കും അവരെ കാണാൻ? എക്സോസ്റ്റഡ്. എക്സോസ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭയങ്കര ടയേർഡ് ആയിട്ടുള്ളൊരു മുഖമായിരുന്നു അവർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ ഹാൻസം അത്ലീറ്റ് ഹാഡ് എ ചിസൽഡ് ഫേസ്. ചിസൽഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഷാർപ്പായ ഫീച്ചേഴ്സ്, ഭയങ്കര കൊത്തിവെച്ച പോലെ ഉള്ള ഒരു മുഖത്തിനെയാണ് നമ്മൾ ചിസൽഡ് ഫേസ് എന്ന് പറയാം. അപ്പം ഹാൻസം അത്ലീറ്റ് ആണെങ്കിൽ അയാളുടെ ഫേസ് എങ്ങനെയായിരിക്കും? ഫൈൻലി ഷേപ്ഡ്, ചിസൽഡ് ഫേസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വി റാൻ ഹേസ്റ്റലി ടു ദ റെയിൽവേ സ്റ്റേഷൻ ആസ് വി വർ ലേറ്റ്. അപ്പം എന്താണ്? റെയിൽവേ സ്റ്റേഷനിലേക്ക് ലേറ്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓടുക? സ്ലോലി ആണ് ഓടുക. ഫാസ്റ്റ്ലി ഈസ് എ റോങ് വേർഡ്, ഇറ്റ് ഷുഡ് ബി ഫാസ്റ്റ്. ഓക്കെ, പിന്നെ എന്താണ്? ജോയ്ഫുള്ളി, സന്തോഷത്തോടെ അല്ലല്ലോ നമ്മൾ ലേറ്റ് ആകുമ്പോൾ ഓടുക, നമ്മൾ വേഗമല്ല ഓടുക, ഫാസ്റ്റ് ആയിട്ടല്ല ഓടുക. ഫാസ്റ്റ്ലി ഒരു വേർഡ് അല്ല, അപ്പം ഓപ്ഷൻ ഷുഡ് ബി ഫാസ്റ്റ്. വി റാൻ ഫാസ്റ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ആസ് വി വർ ലേറ്റ്. ഓക്കെ, നമ്മൾ ഈ 2 പോർഷൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇനിയാണ് കൊലോക്കേഷൻ. കൊലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നമ്മൾ സാധാരണ ലിറ്ററൽ സെൻസിൽ യൂസ് ചെയ്യാണ്ട് പക്ഷെ അത് നോർമലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കൊലോക്കേറ്റീവ് വേർഡ്. ഇപ്പം ഞാൻ പറയാം, ദ ഗവൺമെൻറ് പെയ്ഡ് പ്രിക്കോഷൻ ടു മീറ്റ് ദ ഫ്ലഡ്. അതൊരിക്കലും പെയ്ഡ് അല്ലായിരിക്കും, എന്തായിരിക്കും? ടുക്ക് പ്രിക്കോഷൻസ്. പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുകയല്ല ചെയ്യുക, ടേക്ക് അല്ല ചെയ്യുക, അല്ലാണ്ട് കൊടുക്കുകയല്ലല്ലോ ചെയ്യുക. സോ ഗവൺമെൻറ് ടുക്ക് പ്രിക്കോഷൻസ് ടു മീറ്റ് ദ ഫ്ലഡ്. ഓക്കെ, സോ ടുക്ക് ഇസ് ദ കറക്റ്റ് ഫോം. നെക്സ്റ്റ് എന്താണ്? ദ റോഡ് വാസ് ബ്ലോക്ക്ഡ് ബിക്കോസ് ഓഫ് തിക്ക് ട്രാഫിക്. ട്രാഫിക് ഒരിക്കലും തടിച്ചതോ മെലിഞ്ഞതോ ആവില്ലല്ലോ. ട്രാഫിക് എന്തായിരിക്കും? ഇറ്റ് കാൻ ബി തിക്ക് ട്രാഫിക്, ഇറ്റ് ഷുഡ് ബി ഹെവി ട്രാഫിക് അല്ലെങ്കിൽ ഡെൻസ് ട്രാഫിക്. ഓക്കെ, സോ ഹെവി ഓർ ഡെൻസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ഫോം. സോ ദ റോഡ് വാസ് ബ്ലോക്ക്ഡ് ബിക്കോസ് ഓഫ് ഹെവി ട്രാഫിക്. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് എ സിനോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്. അപ്പം എന്താണ്? അണ്ടർലൈൻഡ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? സ്കേർഡ് ആണ് അണ്ടർലൈൻഡ് വേർഡ്. ഇതിൻ്റെ സിനോണിം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം ദ ഗേൾ സ്ക്രീംഡ് ആസ് ഇഫ് ഷീ ഈസ് സ്കേർഡ്. അപ്പം വളരെ പേടിയോട് കൂടിയാണ് അവൾ കൂക്കിയത്. അപ്പം സ്കേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്രൈറ്റൻഡ്. ഓക്കെ, ആസ് ഇഫ് ഷീ ഈസ് ഫ്രൈറ്റൻഡ്. ഫ്രൈറ്റൻഡ് എന്താണ്? ഒരു സിനോണിമാണ്, അതായത് സെയിം മീനിങ്ങിലൊരു വേർഡാണ് സ്കേർഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ദ ആൻറ്റണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്. ഐ എം സോ സോറി, ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുള്ളത് ആൻറ്റോണിമിൻ്റെ കോംപ്ലിക്കേറ്റഡ്, ഞാൻ കോംപ്ലെക്സ് ആണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് ചോദിക്കുമ്പോൾ എന്താണ് എഴുതുക? സിമ്പിൾ. അപ്പം ദ പ്രോബ്ലം സീംസ് വെരി കോംപ്ലിക്കേറ്റഡ് ഇൻ ദ കോംപ്ലിക്കേറ്റഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സിമ്പിൾ. സോ ദ പ്രോബ്ലം സീംസ് വെരി സിമ്പിൾ. ഓക്കെ, പ്ലീസ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. നോട്ട്സിൽ തന്നിരിക്കുന്ന എന്താ പറയുക, കോംപ്ലെക്സ് എന്നുള്ള വേർഡ് റോങ് ആണ്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റീറൈറ്റ് ദ പാസേജ് കറക്റ്റിംഗ് ദ എറേഴ്സ് ഗിവൻ ഇൻ ബോൾഡ് ലെറ്റേഴ്സ്. അതായത് ബോൾഡായിട്ട് കൊടുത്തിട്ടില്ല ആ ലെറ്റേഴ്സിനെ കറക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ പാസേജ് എഴുതേണ്ടത്. ദ ആക്സിഡൻറ്റ് വിക്ടിം വാസ് അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ ദോ ഹി വാസ് സീരിയസ്ലി ഇൻജേർഡ്. അപ്പം ആക്സിഡൻറ്റ് വിക്ടിം എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ദോ എന്ന് പറയുമ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്തായി മാറും? അവർ ഇൻജേർഡ് ആയി എന്നാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്നത്. പക്ഷേ എന്നാലും എന്നാണോ പറയുക? അതുകൊണ്ട് എന്നാണോ പറയുക? ആക്സിഡൻറ്റ് ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് പറയുക? ദ ആക്സിഡൻറ്റ് വിക്ടിം വാസ് അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ ആസ് ഹി വാസ് സീരിയസ്ലി ഇൻജേർഡ്. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആസ് ഹി വാസ് സീരിയസ്ലി ഇൻജേർഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആഫ്റ്റർ സം ഡേയ്സ് ദർ വാസ് മെനി ഇംപ്രൂവ്മെൻറ്റ്. മെനി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഒരു നമ്പറില്ല സംഭവത്തിനെയാണ് നമ്മൾ മെനി എന്ന് പറയുക. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്താണ് പറയുക? there was much improvement അല്ലെങ്കിൽ there was a lot of improvement. കുറേ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് കുറച്ച് ദിവസം കഴിയുമ്പം. a doctor who treated him was much a nice person that everyone loved him. ഓക്കെ, ഇവിടെയും ഞാൻ റോങ് ആണ് തന്നിട്ടുള്ളത്. ഐ ഡിഡ്ന്റ് സീ ദ ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഞാൻ നിങ്ങൾ പ്ലീസ്, ഞാൻ എന്തെങ്കിലും എറർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കിപ്പം ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും. കാരണം ചിലപ്പോൾ നമ്മൾ നോട്ട്സ് എഴുതുമ്പം ഓരോ വേർഡ് മിസ്സായി പോകും. അപ്പം കറക്റ്റ് ആവുന്നത് നിങ്ങളും കറക്റ്റ് ആക്കിക്കോ. ഓക്കെ, അപ്പം a doctor who treated him was such a nice person ആണ് ആൻസർ. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഐ തിങ്ക് വാസ് എ വെരി നൈസ് പേഴ്സൺ എന്നാണ്. അപ്പം മച്ചിന് ശേഷമാണ്, അതുകൊണ്ട് അതെന്തായിരിക്കും? സച്ച് എ നൈസ് പേഴ്സൺ ആണ്, നോട്ട് എ വെരി നൈസ് പേഴ്സൺ. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് എന്താണ്? ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ റൈറ്റ് വേർഡ്സ് ഫ്രം ദ ഹെൽപ്പ് ബോക്സ് ഗിവൻ. അപ്പോൾ 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 2 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് ചൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്താണ് പറഞ്ഞത്? കറക്റ്റ് ഓപ്ഷൻ വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? ഗൂഗിൾ ചെയ്യുക, അതിൻ്റെ മീനിങ് എഴുതുക, അതിൻ്റെ സെയിം മീനിങ്ങിലെ വേർഡ് എഴുതുക, അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. ഈ 3 കാര്യങ്ങൾ എപ്പോഴും എഴുതണം. രമേഷ് ഈസ് ആൻ ഇൻഡസ്ട്രിയസ് ബോയ്. ഇൻഡസ്ട്രിയസ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന എല്ലാം നന്നായി ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഇൻഡസ്ട്രിയസ് എന്ന് പറയുക. ഇമ്മച്ചുവർ എന്ന് പറയുമ്പോൾ എന്താണ്? തീരെ മെച്ചോറിറ്റിയിലെ ഒരാളെ ആണ് നമ്മൾ ഇമ്മച്ചുവർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്താണ്? ഈസ് ആൻ ഇൻഡസ്ട്രിയസ് ബോയ്. ഈ ഇൻഡസ്ട്രിയസ് എന്നുള്ളത് നമ്മളൊക്കെ എങ്ങനെയാണ് മനസ്സിലായത്? നെക്സ്റ്റ് എന്താണ്? ഹി ലവ്സ് റീഡിങ്. റീഡിങ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇമ്മച്ചുവർ ആവില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? രമേഷ് ഈസ് ആൻ ഇൻഡസ്ട്രിയസ് ബോയ്, ഹി ലവ്സ് റീഡിങ്, ഹി ഈസ് നോൺ ഫോർ ഹിസ് സ്റ്റൂഡിയസ് നേച്ചർ. വളരെ സ്റ്റൂഡിയസ് ആണ്, ഭയങ്കര പഠിപ്പിസ്റ്റാണ്. സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്? എന്തൊക്കെയോ എന്താ പറയുക, ഭയങ്കര സ്റ്റിഫാണ് ആള്. അങ്ങനെയല്ല, സ്റ്റിഫായ ഒരാളല്ല, സ്റ്റൂഡിയസ് ആയ ഒരാളാണ്, പഠിപ്പിസ്റ്റ് ആയ ഒരാളാണ്. ഹീ ഈസ് വെരി കമ്പാഷനറ്റ് ടു. അതായത് വളരെ വളരെ കമ്പാഷനറ്റ്, ഭയങ്കര സഹതാവും ദൈവവും എല്ലാം ഒരാളാണ് അവൻ. ഓക്കെ, കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അടി കൂടുക. എന്തെങ്കിലും അടി ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുക. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്തായാലും അല്ലായിരിക്കും. ദ ഓപ്ഷൻ ഷുഡ് ബി കമ്പാഷനറ്റ്. ഓക്കെ, ഹിസ് ഫ്രണ്ട്സ് സേ ദാറ്റ് ഹീ ഈസ് ഓൾവേസ് ജോവിയൽ ആൻഡ് ഹീ ഈസ് വെരി പോപ്പുലർ അമോങ് ദം. അപ്പോൾ എന്താണ്? ഫ്രണ്ട്സ് എന്താണ് പറയുക? എപ്പോഴും ജോവിയൽ, എപ്പോഴും ഹാപ്പി ആയ ഒരാളാണ് രമേഷ്. ജലസ് എന്ന് പറയുമ്പോൾ എന്താണ്? കുശുമ്പിലെ ആളല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുശുമ്പും ഒരു ഓപ്ഷൻ ഉണ്ട്, ഭയങ്കര ഹാപ്പി ജോവിയൽ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ദ ഓപ്ഷൻ ഷുഡ് ബി ഹാപ്പി ആയ ഒരാൾ, അതായത് ജോവിയൽ. ആൻഡ് ഹീ ഈസ് വെരി പോപ്പുലർ അമോങ് ദം. പോപ്പുലർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആണ് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ. എഫിഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്ന ഒരാളാണ് നമ്മൾ എഫിഷ്യൻറ്റ് എന്ന് പറയുക. രമേഷ് എഫിഷ്യൻറ്റ് ആണെങ്കിൽ കൂടി നമ്മൾ ഇവിടെ എഫിഷ്യൻറ്റ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്? കാരണം ഹീ ഈസ് വെരി എഫിഷ്യൻറ്റ് അമംഗ് ദം എന്ന് പറയുമ്പം അവരുടെ ഇടയിൽ അവൻ ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, അങ്ങനെയല്ല നമ്മൾ പറയാം. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിരിക്കും. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എഫിഷ്യൻറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ടു യൂസ് ഇറ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പിക്ചർ ഇൻ എ പാരഗ്രാഫ്. 60 വേർഡ്സ് എന്ന് പറയുമ്പം ഞാൻ ഇന്നലെയും പറഞ്ഞു 7 to 8 സെൻറ്റൻസസിലാണ് നിങ്ങളിത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? ദർ ആർ 3 ചിൽഡ്രൻ ഇൻ ദിസ് പിക്ചർ. ദർ ആർ 2 ബോയ്സ് ആൻഡ് എ ഗേൾ, അല്ലെങ്കിൽ 3 ചിൽഡ്രൻ്റെ സ്ഥാനത്ത് എന്താണ് എഴുതാൻ പറ്റുക? ദർ ആർ 2 ഗേൾസ് ആൻഡ് എ ബോയ് in the picture. There are 2 eagles in the picture. One of them is playing with a hula hoop, അല്ലെങ്കിൽ one of them is on the pool. Two of them are playing എന്താണ് basketball അല്ലെങ്കിൽ football. One eagle has landed to drink water. One eagle is flying. They are playing in a playground. അങ്ങനെ കുറേ കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റീറൈറ്റ് ദ ഫോളോയിങ് പാസേജ് കറക്റ്റിംഗ് ദ എറേഴ്സ്. അപ്പം ഈ എറേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. When I am walking by the lake, I noticed some water lilies floating on a distance from the edge. ഇതിൻ്റെ കറക്റ്റ് വേർഷൻ എന്തായിരിക്കും? When I was walking by the lake. അപ്പം എന്താണ് കണ്ടത് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം? When I was walking by the lake, I noticed some water lilies
floating at a distance from the edge. I was eager to pick one, not eagerly, but eager to pick one to take home. ഓക്കെ, അപ്പോൾ കുറേ വാട്ടർ ലിലീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് എടുക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്ന്. ഐ ട്രൈഡ് ഓഫ് എന്നല്ല, ഐ ട്രൈഡ് ടു. I tried to bring a flower within my reach, but the attempt proved vain and I gave up. Vain spelling ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? VEIN. But is it the correct version? No. The correct version is VAIN. കാരണം VEIN എന്ന് പറയുമ്പം vain ആണ്, അതിൻ്റെ അർത്ഥം ഞരമ്പാണ്. VAIN എന്ന് പറയുമ്പം യൂസ്ലെസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? എടുക്കാൻ ശ്രമിച്ചു ആ ഫ്ലവർ, പക്ഷേ കിട്ടിയിട്ടില്ല. അപ്പോൾ അറ്റംപ്റ്റ് എന്താണ്? യൂസ്ലെസ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ സ്പെല്ലിംഗ് എന്തായിരിക്കും? VAIN. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഗിവൻ ബിലോ ആർ 3 നോട്ടീസസ്, റൈറ്റ് ഡൗൺ വാട്ട് ദേ മീൻ. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളോട് നോട്ടീസസിൻ്റെ കാര്യം ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മീനിങ് എഴുതണം, പിന്നെ അത് എവിടെയാണ് യൂസ് ആവുന്നത് എന്ന് എഴുതണം. പക്ഷേ ഇവിടെ എന്താണ്? റൈറ്റ് ഡൗൺ വാട്ട് ദേ മീൻ, അതായത് അവർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് മീനിങ് മാത്രം എഴുതിയാൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കീപ് ലെഫ്റ്റ്, അതായത് വാക്ക് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ്. ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡ് കൂടി മാത്രം നടക്കുക. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് കീപ് ലെഫ്റ്റ്. ടെൻഡർ എക്സാക്ട് ചേഞ്ചിൻ്റെ അർത്ഥം എന്താണ്? കീപ് എക്സാക്ട് ചേഞ്ച്, അതായത് എക്സാക്ട് ചില്ലറ തന്നെ കൊടുക്കണം, കൂടുതൽ പൈസ കൊടുക്കാൻ പാടില്ല, കാരണം ചില്ലറ അവരുടെ അടുത്ത് ഇല്ല. നെക്സ്റ്റ് എന്താണ്? നോ പാർക്കിംഗ്. നോ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ദർ ഇസ് നോ പാർക്കിംഗ്, പാർക്കിംഗ് സൗകര്യം ഇല്ല, അവിടെ പാർക്കിംഗ് ചെയ്യാൻ പറ്റില്ല. സോ പാർക്കിംഗ് ഈസ് നോട്ട് അലൗഡ്. ദാറ്റ് ഈസ് ദ മീനിങ്. നെക്സ്റ്റ് എന്താണ്? നെസസിറ്റി ഓഫ് യൂണിഫോം ഇൻ കോളേജസ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് 2 കാര്യം ഫോറും 2 കാര്യം അഗെയിൻസ്റ്റും പറയാം. ഓക്കെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നെസസിറ്റി ഓഫ് യൂണിഫോം ഇൻ കോളേജസ്. കോളേജിൽ യൂണിഫോം എന്തുകൊണ്ടാണ് നെസസറി? ബിക്കോസ് പീപ്പിൾ ഫ്രം ഓൾ ബാക്ക്ഗ്രൗണ്ട്സ്, സോ ദാറ്റ് പീപ്പിൾ ഫ്രം ഓൾ ബാക്ക്ഗ്രൗണ്ട്സ് ക്യാൻ ഫീൽ ഈക്വൽ. ഓക്കെ, യൂണിഫോം ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ കോളേജസ് സോ ദാറ്റ് people from all backgrounds can feel equal, അല്ലെങ്കിൽ children from all backgrounds can feel equal, and to maintain discipline. എന്തുകൊണ്ടാണ് ഡിസഗ്രിമെൻറ്റ്? എന്തുകൊണ്ടാണ് അല്ലാത്തത്? ഇനി നിങ്ങൾ രണ്ടും പറയണം, ഫോറും പറയണം, അഗെയിൻസ്റ്റും പറയണം. അപ്പോൾ എന്താണ് പറയുക? ഡിസഗ്രിമെൻറ്റ് എന്തായിരിക്കും? ബിക്കോസ് എന്താണ്, യൂണിഫോം നിങ്ങൾ സ്കൂൾ വരെ ഇട്ടു, ഇനി കോളേജിലും ഇടേണ്ട ആവശ്യമില്ല, കാരണം കോളേജ് എന്താണ് എല്ലാവർക്കും മെച്ചോറിറ്റി ഉണ്ടാവും. സോ എവ്രി വൺ ഇസ് മെച്ചോർ ഇനഫ് ഇൻ കോളേജ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡ്രസ്സസ് അല്ലെങ്കിൽ ഡു നോട്ട് ഡിറ്റർമൈൻ ദ പേഴ്സൺ, അല്ലെങ്കിൽ ഡു നോട്ട് ഗെറ്റ് ടു ഡിറ്റർമൈൻ ദ കൈൻഡ് ഓഫ് പേഴ്സൺ വൺ ഇസ്. അതായത് ഡ്രസ്സിൻ്റെ അനുസരിച്ചിട്ടല്ല നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുക. അപ്പം ഇൻ കോളേജ് പീപ്പിൾ അല്ലെങ്കിൽ ചിൽഡ്രൻ ടെൻ ടു ബി ലെസ് ജഡ്ജ്മെൻറ്റൽ. പിന്നെ എന്താണ്? കോളേജ് ഷുഡ് നോട്ട് ബി ലൈക്ക് സ്കൂൾസ്. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഫോർവേഡ്. സോ ദേ ഷുഡ് ഗിവ് യു ദ ഫ്രീഡം യു റിക്വയർ ടു ഫേസ് ദ വേൾഡ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെതായ ഒപ്പീനിയൻ പറഞ്ഞാണ്, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലാണ് എഴുതേണ്ടത്. പിന്നെ കുറേ കുട്ടികൾ എന്നോട് ഇന്നലെ ചോദിച്ചു, ഇവിടെ ഇപ്പം കുറേ ഓപ്ഷൻസ്, കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പേര്, എവിടെയാണ് നിൽക്കുന്നത്, എഡ്യൂക്കേഷൻ, അഡീഷണൽ ക്വാളിഫിക്കേഷൻ, അച്ചീവ്മെൻറ്റ്സ്, ഹോബീസ്, സോ മെനി തിങ്സ്. ഓക്കെ, ഇമാജിൻ ദറ്റ് യു ആർ ആദർശ് ഗുപ്ത ആൻഡ് ആർ ഗോയിങ് ഫോർ എൻ ഇൻ്റർവ്യൂ. ഹൗ വുഡ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? അപ്പം എങ്ങനെയാണ് നമ്മളൊരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? അപ്പം ഇവിടെ എന്താണ്? ഇമാജിൻ യു ആർ ആദർശ് ഗുപ്ത. ആദർശ് ഗുപ്തയായിട്ടാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പം hi, I am Adarsh Gupta and I am from Delhi. അല്ലെങ്കിൽ I hail from Delhi. I have completed my diploma in electronics engineering and have an additional certificate in robotics. I was an NSS volunteer and NCC cadet and I love reading and traveling. I believe I'm sincere, self-motivated and dedicated towards work. ഈ ഒരു ഫോർമാറ്റാണ് പറയേണ്ടത്. ആദ്യം പേരും എവിടെയാണ് താമസിക്കുന്നതെന്നും അത് പറയുക, അതിനുശേഷം എഡ്യൂക്കേഷൻ, അതിനുശേഷം അഡീഷണൽ ക്വാളിഫിക്കേഷൻസ്, ദെൻ യുവർ അച്ചീവ്മെൻറ്റ്സ്,
ദെൻ യുവർ ഹോബീസ് ആൻഡ് അറ്റ് ലാസ്റ്റ് യുവർ സ്ട്രെങ്ത്സ്. ഈ ഒരു ഫോർമാറ്റിലാണ് പറയേണ്ടത്. നമ്മളെന്താണ് ഒരു സ്മൂത്ത് ഫ്ലോയിലാണ് പറയേണ്ടത്. നമ്മളിങ്ങനെ ബൈ ഹാർട്ട് പിടിച്ചിട്ട് പറയുന്ന പോലെയല്ല പറയേണ്ടത്. നോർമലി നമ്മൾ എഴുതുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണത് റീഡ് ചെയ്യുക എന്ന്. അപ്പം ആ ഒരു രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ. Prepare a cover letter in response to the advertisement given in the Hindu newspaper of 13th November 2018. കവർ ലെറ്റർ എങ്ങനെയാണ് എഴുതുക? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഒക്കെ നിങ്ങൾക്ക് എന്താണ് കോഴ്സ് മെറ്റീരിയൽ സെക്ഷനിൽ പോയാൽ കിട്ടും. അത് ഞാൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ എന്താണ് ടെലിഫോൺ കോൺവെർസേഷൻ. ഓക്കെ, ടെലിഫോൺ കോൺവെർസേഷൻ നിങ്ങൾ ഇതും ചെയ്യിച്ചതാണ്. ഒന്ന് നമുക്ക് ബ്രഷ് അപ്പ് ചെയ്യാം. ഹായ് മാജു, റിക്വസ്റ്റ് ഹെൽപ്പ് വിത്ത് മേക്കിംഗ് കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക? വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ ടു മേക്ക് എ കേക്ക്. മഞ്ജു എന്താണ് പറയുന്നത്? ഡിനൈസ് ദ റിക്വസ്റ്റ്. റിക്വസ്റ്റ് ഡിനൈ ചെയ്യുമ്പോൾ എന്താണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്? നമ്മൾ പൊലൈറ്റ്ലി വേണം ഡിനൈ ചെയ്യാൻ. സോറി ഐ എം സോറി അശ്വതി, ഐ എം വെരി ബിസി, കെൻ യു പ്ലീസ് ആസ്ക് മൈ മദർ. യു ക്യാൻ ആസ്ക് മൈ മദർ. ഓക്കെ. അപ്പം ഒരു സജഷൻ കൊടുത്തു, അമ്മേനോട് ചോദിച്ചോ, സോറി ഞാൻ ബിസിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്? അശ്വതി എക്സ്പ്രസസ് താങ്ക്സ്. താങ്ക് യു മഞ്ജു. യെസ്, ഐ തിങ്ക് ഐ വിൽ ഗോ ആൻഡ് ആസ്ക് യുവർ മദർ. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ഇവർ ബ്രാക്കറ്റിൽ തന്നെ അതേ കാര്യങ്ങൾ വളരെ പൊലൈറ്റ്ലി വേണം അതൊരു സെൻറ്റൻസിൽ പ്രസൻറ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പം ഇത്രയും എഴുതിയാൽ തന്നെ എന്താണ് 5 മാർക്സ് കിട്ടി. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ്. പാരഗ്രാഫ് എഴുതുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ഒരു ബോഡി ഉണ്ടാവണം, ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബെനിഫിറ്റ്സ് ഓഫ് ട്രീസ്. ട്രീസ് എന്താണ്? അത് ട്രീസ് ആർ എ പാർട്ട് ഓഫ് അവർ ലൈഫ്, ആർ ദ മോസ്റ്റ് വൈറ്റൽ പാർട്ട് ഓഫ് അവർ ലൈഫ്. വി കനോട്ട് ലിവ് വിതൗട്ട്, അല്ലെങ്കിൽ വി വുഡൻ ബി അലൈവ് ഇഫ് നോട്ട് ഫോർ ട്രീസ്. ഇത്രയും എഴുതിയതിന് ശേഷം വേണം നമ്മൾ എന്തെഴുതാൻ? എന്തൊക്കെയാണ് ട്രീൻ്റെ ബെനിഫിറ്റ്, അതിന് ശേഷം എഴുതുക. അതിനുശേഷം കൺക്ലൂഡ് ചെയ്യുക നമ്മൾ എന്തുകൊണ്ടാണ് ട്രീനെ സേവ് ചെയ്യേണ്ടത്. ഓക്കെ. സെയിം വിത്ത് ഹെൽത്ത് ഇസ് വെൽത്ത്. ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന ടോപ്പിക് ഉണ്ടെങ്കിൽ എന്താണ് ആദ്യം നമ്മൾ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുക. എന്താണ് ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. ഹെൽത്ത് ഇസ് വെൽത്തിൻ്റെ മീനിങ് എഴുതുക. ഹെൽത്ത് ഇസ് വെൽത്ത് മീൻസ് ഹെൽത്ത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെൽത്ത് യു ഹാവ്. ഹെൽത്ത് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് യു ഹാവ്. ഇത് എഴുതിയതിന് ശേഷം ഹെൽത്ത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതുക. ലാസ്റ്റിൽ എന്താണ് എങ്ങനെയാണ് ആ ഹെൽത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുക. അപ്പം ഈ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ പാരഗ്രാഫ് റൈറ്റിംഗ് ചെയ്യുമ്പം എഴുതാൻ. നെക്സ്റ്റ് എന്താണ്? യു മീറ്റ് എ സ്ട്രേഞ്ചർ ഹു ആസ്ക്സ് യു ഡിറക്ഷൻസ് ടു റീച്ച് ദ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. കൺസ്ട്രക്ട് എ കോൺവെർസേഷൻ വിത്ത് എ മിനിമം ഓഫ് 6 എക്സ്ചേഞ്ചസ്. അപ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഡയലോഗ് റൈറ്റിംഗ് ആണ് ചെയ്യേണ്ടത്, പക്ഷേ ഡിറക്ഷൻസ് കൊടുക്കുക. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക. അപ്പം 6 എക്സ്ചേഞ്ചസ് വേണം. 6 എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പം നിങ്ങളൊരു ലൈൻ പറയും, ആ സ്ട്രേഞ്ചർ ഒരു ലൈൻ പറയും. അങ്ങനെ ടോട്ടൽ 6 ലൈൻസ് വേണം ഈ കോൺവെർസേഷനിൽ. അപ്പം ഡയലോഗ് റൈറ്റിംഗ്, അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതെന്ന് നിങ്ങൾ അവർക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. അത് അല്ലെങ്കിൽ എന്താണ്? ദ മാനേജർ ഓഫ് തോംസൺ ആൻഡ് കമ്പനി ഹാഡ് ഡിസൈഡഡ് ടു ഇഷ്യൂ എ മെമോ ടു ദ എംപ്ലോയീസ് ഡ്രോയിങ് അറ്റൻഷൻ ടു ദ അൺഡിസൈറബിൾ ആസ്പെക്ട്സ് ഓഫ് ദ കണ്ടക്ട്. അപ്പം മെമ്മോ എങ്ങനെയാണ് ഉണ്ടാക്കുക? അല്ലെങ്കിൽ എന്താണ്? രാജേഷ് ഇസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ സെമിനാർ ആൻഡ് വിഷസ് ടു മേക്ക് എ പ്രസൻറ്റേഷൻ ഓൺ എൻവയറമെൻറ്റൽ പൊല്യൂഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? പ്രസൻറ്റേഷനിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്ലൈഡ് എന്തായിരിക്കണം? ടൈറ്റിൽ പേജ് ആയിരിക്കണം. ബാക്കി 2 പേജ് എന്താണ്? നിങ്ങൾ കോണ്ടന്റ് ആക്കിക്കോ. എപ്പോഴും പ്രസൻറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബുള്ളറ്റ് പോയിന്റ്സ് കൂടുതൽ യൂസ് ചെയ്യുക, വലിയ പാരഗ്രാഫ് എഴുതാണ്ടിരിക്കുക, ഓരോ ലൈൻ മാക്സിമം ഒരു ഫ്യൂ വേർഡ്സ് അല്ലെങ്കിൽ ഒരു ലൈൻ മാക്സിമം ആയിരിക്കണം ഓരോ സെൻറ്റൻസ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പിന്നെയും ഗ്രാമറിലേക്ക് പോകാം. നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നെയും നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നത്. മദർ ടെറീസ ഇസ് ദ എപ്പിറ്റമി ഓഫ് കമ്പാഷൻ ആൻഡ് സർവീസ്. ഓക്കെ. അപ്പോൾ എന്താണ്? മദർ ടെറീസ എന്താണ്? എപ്പിറ്റമിയാണ്, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ ടൈപ്പ്. അതായത് ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് കമ്പാഷൻ ആൻഡ് സർവീസ് ആണ് മദർ ടെറീസ. The indiscriminate use of plastic is a modern day hazard. അതായത് നമ്മൾ ഒന്നും നോക്കാതെ പ്ലാസ്റ്റിക് ഇത്രയും യൂസ് ചെയ്യുന്നത് എന്താണത്? ഒരു മോഡേൺ ഡേ ഡേഞ്ചറാണ്, ഏറ്റവും വലിയ ഡേഞ്ചറാണ് എൻവയറൺമെൻറ്റിന്.
The dash of the skin is decided by the presence of certain pigments. നമ്മുടെ സ്കിൻ കളർ എന്താണ്? പിഗ്മെൻസിൻ്റെ പ്രസൻസിലോ ആബ്സെൻസിലോ ആണ് ഡിസൈഡ് ആവുന്നത്. ഓക്കെ, so what is it? The complexion of the skin is decided by the presence of certain pigments. It is certain pigments that decide what kind of complexion you will have. Complexion means skin color. COMPLEXION. Okay. Next എന്താണ്? Anand is a stalwart in the game of chess. What does stalwart means? Stalwart എന്ന് പറയുമ്പം എക്സ്പേർട്ട് ആണ്. Okay, he is an expert in the game of chess. The school was situated in a secluded place. Secluded എന്ന് പറയുമ്പോൾ ഭയങ്കര ഐസൊലേറ്റഡ് ആയ ഒരു പ്ലേസിനെയാണ് നമ്മൾ സെക്ലൂഡഡ് എന്ന് പറയുക. ഫാർ അവേ ഫ്രം പീപ്പിൾ. അത്രയും ദൂരെയുള്ളൊരു സ്ഥലത്താണ് സ്കൂൾ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്താണ്? Read the following sentences and find out the meaning of the words in bold letters from the context. അപ്പോൾ എന്താണ് ഈ അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ മീനിങ് എന്താണ് എന്ന് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയാം. The teachers were pleased with his courteous behavior. ടീച്ചേഴ്സ് എന്താണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പ്ലീസ്ഡ് എന്ന് പറയുമ്പം ഹാപ്പി ആയിരുന്നു. With his courteous behavior. അപ്പം ഏത് ബിഹേവിയർ കണ്ടിട്ടായിരിക്കും ടീച്ചേഴ്സ് ഹാപ്പി ആയിട്ടുണ്ടാവുക? കണ്ണിങ് ആണോ, ഇംപൊലൈറ്റ് ആണോ, അതോ പൊലൈറ്റ് ആണോ? നാച്ചുറലി പൊലൈറ്റ് ബിഹേവിയർ അല്ലേ? പൊലൈറ്റ് ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് സന്തോഷമാവുക. The dog had become emaciated because of the lack of food. അപ്പം ഭക്ഷണം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഇമാൻസിയേറ്റഡ് ആയിപ്പോയി. ഇമാൻസിയേറ്റഡിൻ്റെ മീനിങ് അപ്പോൾ എന്തായിരിക്കും? വീക്ക്. ഓക്കെ, വീക്ക് ആയിപ്പോയി. The parking space was so congested it took me half an hour to get out. അപ്പോൾ ഇത്രയും കൺജസ്റ്റഡ് ആയ സ്ഥലമായിരുന്നു. അതായത് എപ്പോഴാണ് ഒരു അരമണിക്കൂർ എടുത്തു എനിക്ക് പുറത്തു പോകാൻ. അപ്പം എങ്ങനെയാണ് അരമണിക്കൂർ എടുക്കുക? എം ടി ആണെങ്കിൽ അരമണിക്കൂർ എടുക്കൂലല്ലോ. കംഫർട്ടബിൾ അല്ലെങ്കിൽ അരമണിക്കൂർ എടുക്കൂലല്ലോ. ബ്ലോക്ക്ഡ് ആണ്. കൺജസ്റ്റഡ് എന്നതിൻ്റെ മീനിങ് അപ്പം എന്താണ്? ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? The aroma of the food in the kitchen made my mouth water. അപ്പം സ്മെൽ, അപ്പം ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കൊണ്ടെന്താണ്? ഇറ്റ് മെയ്ഡ് മൈ മൗത്ത് വാട്ടർ. വായിന്ന് വെള്ളം വന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഓക്കെ, കറക്റ്റ് ദ എറേഴ്സ് ഇൻ കൊലോക്കേഷൻ ആൻഡ് റീറൈറ്റ് ദ സെൻറ്റൻസസ്. അപ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്കിന് കറക്റ്റ് ചെയ്തിട്ട് എഴുതുക. ദ കോർട്ട് പെയ്ഡ് ജഡ്ജ്മെൻറ്റ് ഇൻ ദ മർഡർ കേസ്. കോർട്ട് ഒരിക്കലും ജഡ്ജ്മെൻറ്റ് പേ അല്ല ചെയ്യുക, പാസ് ആണ് ചെയ്യുക. സോ ദ കോർട്ട് പാസ്ഡ് ജഡ്ജ്മെൻറ്റ് ഇൻ ദ മർഡർ കേസ്. The mother made care of her sick child. കെയർ എന്താണ് ചെയ്യുക? took care of her sick child. ഓക്കെ, നമ്മൾ കെയർ ടേക്ക് ആണ് ചെയ്യുക, ഒരിക്കലും മേക്ക് അല്ല ചെയ്യുക. Write down a synonym of the underlined word in the sentence. ഓക്കെ, ഞാൻ ഈ ഐ എം സോ സോറി, ഞാൻ എല്ലാ നോട്ട്സിലും ഈ സെയിം പ്രശ്നമാണ് എനിക്ക് പറ്റിയത്. ഞാൻ ഇവിടെയും ആൻറ്റണിം എന്ന് ശ്രദ്ധിച്ചിട്ടില്ല, സിനോണിമാണ് നോക്കിയത്. നിങ്ങളും ഇത് സ്പെസിഫിക്കലി നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പം സിനോണിമാണോ എഴുതിയിട്ടുള്ളത്, ആൻറ്റണിമാണോ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ക്ലിയർലി നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ദ കരാട്ടെ മാസ്റ്റർ ഗേർഡിൽഡ് ഹിസ് ബെൽറ്റ് അബവ് ഹിസ് വേസ്റ്റ്. അപ്പോൾ ഇതെന്തായിരിക്കും? ടൈഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഗേർഡിൽഡ് ഹിസ് ബെൽറ്റ് അബവ് ഹിസ് വേസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ആ കൺട്രി ഹാസ് ഓൾവേസ് ഡിഫെൻഡഡ് ഇറ്റ് സെൽഫ് ആൻഡ് നെവർ ഒഫെൻഡഡ് അതേഴ്സ്. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ആൻസറിൽ, ബട്ട് ഇറ്റ് ഷുഡ് ബി ഒഫെൻഡഡ്. പ്ലീസ് മേക്ക് എ നോട്ട്. ആൻറ്റണിമിൽ രണ്ടെണ്ണത്തിലും മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, രണ്ട് ആൻറ്റണിമിലും മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ് ഷുഡ് ബി നെവർ ഒഫെൻഡഡ് അതേഴ്സ്. ആരെയും നമ്മൾ വിഷമിപ്പിച്ചിട്ടില്ല, ഒഫെൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഈ ബോൾഡ് ആയിട്ടുള്ള വേർഡ്സ് എന്താണ് നമ്മൾ കറക്റ്റ് ചെയ്യണം. വി വർ എക്സൈറ്റഡ് ആസ് വി വർ ഗോയിങ് ഫോർ എ പിക്നിക്. ഓക്കെ, വി വർ എക്സൈറ്റഡ് ആസ് വി വർ ഗോയിങ് ഫോർ എ പിക്നിക്. ബാലു വാസ് ദ ലീഡർ ഓഫ് ആ ടീം. ദ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ബാലു എന്നുള്ള ആളെ നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ദ എന്ന് യൂസ് ചെയ്യുന്നത്. ഒരു ലീഡർ അല്ല, ഒരേ ഒരു ലീഡർ ആയിരുന്നു. അപ്പം വാസ് ദ ലീഡർ ഓഫ് ആ ടീം and he was very experienced in
വിസിറ്റിംഗ് പ്ലേസസ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ആൻഡ് ഇഷ്ടു ഇസ് മൈ ഫേവറേറ്റ് ഡിഷ് കോമ്പിനേഷൻ. ഇറ്റ് കാൻ ബി ഫ്ലേവർ, ഇറ്റ് ഹാസ് ടു ബി ഫേവറേറ്റ്. It is also considered healthy since it does not come under the junk food category. Many believe that the term ishtu is a variant of the English stew. Appam ishtu used to be available only in local restaurant, but now they have entered the menu of even 5-star hotels. Okay? ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കി എഴുതേണ്ടത്. നെക്സ്റ്റ് എന്താണ്? one second. Describe the following picture in a paragraph of about 60 words. ഈ പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു ഡോക്ടറിനെ കാണുന്നുണ്ട്, ഒരു നേഴ്സിനെ കാണുന്നുണ്ട്. സോ the picture is set at a doctor's chamber. The doctor is checking the child's temperature. പിന്നെ എന്താണ്? There is a nurse standing beside the child. There is a lamp and a picture in the doctor's chamber. The little boy is sitting on the table. Okay. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി ഒബ്സർവ് ചെയ്തിട്ട് വേണം പറയാൻ. റീറൈറ്റ് ദ ഫോളോയിങ് പാസേജ് ബൈ കറക്റ്റിംഗ് ദ എറേഴ്സ് കറക്റ്റ് ചെയ്യുക. ദ താജ് മഹൽ ഈസ് സ്റ്റിൽ ടുഡേ എ ഗ്രേറ്റ് വണ്ടർ. ഹൺഡ്രഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് ദ മോണ്യുമെൻറ്റ് എവറി ഡേ. ഷാജഹാൻ ബിൽറ്റ് BUILT ആണ് ഇറ്റ് ഇൻ ദ മെമ്മറി ഓഫ് ഹിസ് വൈഫ് മുംതാസ്. It is celebrated as poetry written in marble. I will visit the Taj sometime in the future. Okay. പിന്നെയും ഇവിടെ എന്താണ്? ഇവർ 3 നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നോട്ടീസിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബിവെയർ ഓഫ് ഡോഗ്സ്. ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുമ്പം ബി അവെയർ ഓഫ് ഡോഗ്സ് ആൻഡ് അതായത് അവിടെ ഡോഗ്സ് ഉണ്ട്, അതിന് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അതായത് ബി കെയർഫുൾ ഓഫ് ഡോഗ്സ് ഹിയർ. കീപ് ലെഫ്റ്റ് എന്ന് പറയുമ്പം പിന്നെയും അതന്നെ സ്റ്റേ ടു ദ ലെഫ്റ്റ്. വെദർ യു ആർ ഡ്രൈവിംഗ്, വെദർ യു ആർ വാക്കിംഗ്, സ്റ്റേ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ്. ഓക്കെ. ഡോണ്ട് ലിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡു നോട്ട് ത്രോ വേസ്റ്റ്. എക്സ്ക്യൂസ് മീ. പിന്നെയും അതേപോലെ തന്നെ 2 പോയിൻറ്റ്സിന് അഗ്രിമെൻ്റ് ആൻഡ് ഡിസഗ്രിമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ സ്വന്തം നോക്കിക്കോ. പിന്നെയും അതെന്താണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിനുശേഷം എന്താണ്? ഒരു റെസ്യൂമേ ഉണ്ടാക്കേണ്ട ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെയും എന്താണ്? ഡയലോഗാണ്. ഈ ആസ്ക് ഫോർ ഡിറക്ഷൻസ് എന്നുള്ളത് ഈ ഡയലോഗ് റൈറ്റിംഗ് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ. അപ്പം ആസ്ക് ഫോർ ഡിറക്ഷൻസ് ടു ദ ന്യൂ ഷോപ്പിംഗ് മോൾ, അതെങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുക? ഹായ് അമീത, ഹൗ യു? കെൻ യു പ്ലീസ് ഗിവ് മീ ഡിറക്ഷൻസ് ടു ദ ന്യൂ ഷോപ്പിംഗ് മോൾ? അങ്ങനെ എഴുതുക. അതിനുശേഷം എങ്ങനെയാണത് പറയേണ്ടതെന്ന് നിങ്ങൾ നോക്കി ചെയ്തോ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? Your friend has topped the diploma exam. Congratulate her and talk about her future plans in a conversation within a minimum of 6 exchanges. Next ആണ് എന്താണ്? നിങ്ങൾ സംസാരിക്കുക. എങ്ങനെയാണ് സംസാരിക്കുക? ഒരു കോൺവെർസേഷനിലൂടെ. ആ കോൺവെർസേഷൻ എങ്ങനെയാണ്? 6 എക്സ്ചേഞ്ചസ് വേണം. ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ 6 എക്സ്ചേഞ്ചസ് വേണം. നിങ്ങളൊരു ലൈൻ എഴുതുക, നെക്സ്റ്റ് നിങ്ങളെ ഫ്രണ്ട് ഒരു ലൈൻ എഴുതും, അതേപോലെ 6 എക്സ്ചേഞ്ചസ് വേണം കൊടുക്കാൻ. പിന്നെന്താണ്? റൈറ്റ് എ പാരഗ്രാഫ് ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പാരഗ്രാഫ് എഴുതുക. നെക്സ്റ്റ് ലാസ്റ്റ് എന്താണ്? പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക. ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഞാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ എന്ന ഗ്രൂപ്പിലിട്ട് തന്നിരുന്നു. അത് പ്ലീസ് നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ലെറ്റ് മീ നോ.